ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജെനി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വന്നിട്ടുള്ള ചില കമൻസിനുള്ള ഉത്തരങ്ങളാണ്. Q&A സെക്ഷൻ ഒന്നുമല്ല, പക്ഷേ ഇങ്ങനത്തെ കമൻസ് ഇടുന്നവർക്ക് തീർച്ചയായിട്ടും റിപ്ലൈ കൊടുക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു. താല്പര്യമുള്ളവർ മാത്രം കാണുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസ് ഒക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും എല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്, എന്തായാലും റിപ്ലൈ ലഭിച്ചിരിക്കും. അതുപോലെ തന്നെ പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ വാട്സാപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും സ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് വാട്സാപ്പ് നമ്പർ എടുത്ത് നിങ്ങളുടെ ഡൗട്ട്സും മറ്റും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ആദ്യത്തെ ഒരു കമൻ്റ് ആണ്, കുട്ടികൾ വേണ്ടേ വേണ്ട, കുട്ടികൾ ഉള്ളത് ജീവിതത്തിൽ നരകത്തിന് തുല്യം തന്നെയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ക്യാഷും പോകും, നമ്മുടെ ലൈഫും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കുട്ടികൾ സത്യത്തിൽ ഒരു ടെൻഷൻ ആൻഡ് ഹെഡേക്ക് ആണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഓരോ കമൻസിനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഈ കമൻറ്റ് ഇട്ട ആളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പേരൻസ് നേരത്തെ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ കമൻറ്റ് ഇടാനായിട്ട് ഈ ഭൂലോകത്ത് തന്നെ കാണില്ലായിരുന്നു. നിങ്ങളെ ഈ ഭൂലോകത്ത് കൊണ്ടുവന്ന നിങ്ങളുടെ പേരൻസിനോട് അല്പം നീതി പുലർത്തുക. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇങ്ങനത്തെ നെഗറ്റീവ് കമൻറ്റുകൾ ഇടാതിരിക്കാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. നമ്മുടെ ഈ ചാനൽ കാണുന്ന ഒരാൾ പോലും പറയില്ല, എനിക്ക് 100% ഉറപ്പാണ് കുട്ടികൾ വേണ്ട എന്നും കുട്ടികൾ നരകതുല്യമാണെന്നും. കാരണം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പാട് അനുഭവിച്ചും ഒരു കുഞ്ഞിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ ചാനലിൽ മാക്സിമം ആളുകളും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിന് ഒന്ന് കുത്തി നോവിക്കുന്ന രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ കമൻറ്റ് ഇടാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേരൻസിനോട് അല്പം നിങ്ങൾ നീതി പുലർത്തുക, അത് നിങ്ങളുടെ കടമയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇങ്ങനത്തെ ചിന്താഗതിയുള്ള നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ ഇങ്ങനത്തെ ചിന്താഗതി വെച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവിതമായിരിക്കും ചിലപ്പോൾ നരകതുല്യം ആകുന്നത്. നെക്സ്റ്റ് ഒരു കമന്റ് ആണ്, IVF ഒക്കെ ഒരുപാട് ചിലവുള്ളതാണ്, IVF ചെയ്താലൊന്നും ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നില്ല, പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ക്യാഷ് എല്ലാം വെള്ളത്തിൽ കളയാം എന്നേ ഉള്ളൂ, അതുകൊണ്ട് ആരും IVF ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ കമൻറ്റ് എന്തിൻ്റെ ബേസിസിലാണ് ഇട്ടതെന്ന് അറിയില്ല. അപ്പോൾ ആരായാലും, സാറായാലും മാഡം ആയാലും ഇങ്ങനത്തെ ഒരു കമൻറ്റ് ഇടുമ്പോൾ പ്ലീസ് ദയവായി നിങ്ങൾ ഒന്ന് ഓർക്കുക, IVF ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കമൻറ്റ്സ് അവരുടെ മനസ്സിന് ഒരു വിഷമം ഉണ്ടാക്കും. അപ്പോൾ മറ്റുള്ളവരുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ കമൻറ്റുകൾ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. IVFന്റെ ട്രീറ്റ്മെൻറ്റ് 100% വിജയസാധ്യതയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആണെന്ന് ഒരു ഡോക്ടേഴ്സ് പോലും എവിടെയും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ IVF ചെയ്ത് നോക്കുകയാണ്. നമ്മൾ IVF ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് നമ്മൾ മാക്സിമം 100% സക്സസിനായിട്ട് വെയിറ്റ് ചെയ്യുക. ബാക്കി നമ്മുടെ ദൈവത്തിന്റെ കയ്യിലാണ്. തീർച്ചയായിട്ടും ദൈവം നമുക്കൊരു കുഞ്ഞിനെ തരണം എന്ന് ആഗ്രഹിക്കുന്ന കറക്റ്റായിട്ടുള്ള ഒരു സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ആ കുഞ്ഞിനെ തന്നെ ലഭിക്കും. അപ്പോൾ IVF ഒരു പാഴ് ചിലവാണെന്ന് പറയുന്നതിനോട് ഒട്ടും തന്നെ യോജിക്കാൻ കഴിയില്ല. കാരണം IVF ചെയ്ത് ഒരുപാട് പേർക്ക്, നോർമലി കൺസീവ് ആവാത്ത ഒരുപാട് പേർക്ക് നമ്മുടെ ചാനലിൽ തന്നെ IVF ചെയ്ത് കുഞ്ഞുങ്ങൾ ആയവരുണ്ട്. നമ്മുടെ വീഡിയോസ് കാണുന്ന പകുതിയിൽ മുക്കാൽ ആൾക്കാരും കമന്റ് സെക്ഷൻ കൂടി എടുത്ത് നോക്കാറുണ്ട്. അങ്ങനെ അല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് പകുതിയിൽ കൂടുതൽ ആൾക്കാരും, മാക്സിമം ആളുകളും വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ കമന്റ് സെക്ഷനിൽ നോക്കാറുണ്ട്. അപ്പോൾ കമന്റ് സെക്ഷനിൽ എന്തായാലും ഇങ്ങനത്തെ കമന്റുകൾ കാണുമ്പോൾ IVF ചെയ്യാൻ പോകുന്നവരാണ് എങ്കിലും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടിരിക്കുന്നവരാണ് എങ്കിലും തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ എന്തായാലും ഒരു വിഷമവും ടെൻഷനും ഒക്കെ ഉണ്ടാക്കും. അപ്പം നമ്മുടെ കമന്റ് കൊണ്ട് മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കമന്റുകൾ മാക്സിമം നമ്മൾ എല്ലാവരും അവോയ്ഡ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ ചാനലിൽ നമ്മൾ പോസിറ്റീവ്
പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പോസിറ്റീവായിട്ട് മറ്റുള്ളവരെ എൻഗേജ് ആയിട്ട് ഇരുത്താനാണ് നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ നെഗറ്റീവ് കമൻറ്റുകൾ തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കാണാൻ ആഗ്രഹമില്ല എങ്കിലോ അതുപോലെ തന്നെ IVF ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിലോ ഒക്കെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ കമൻസ് ഇട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക. അടുത്ത ഒരു കമൻറ്റാണ്, 11 വർഷമായി കാത്തിരിക്കുന്നു ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. ഇതിനിടയ്ക്ക് 2 തവണ പ്രഗ്നൻ്റ് ആയി, അത് അബോർഷനായി പോയി. കൊല്ലാനും ഉപേക്ഷിക്കാനും ഒക്കെ ദൈവം ഓരോരുത്തർക്കും കുഞ്ഞിനെ കൊടുക്കും. ആഗ്രഹിച്ച് നോക്കിയിരിക്കുന്ന എന്നെപ്പോലെയുള്ളവർക്ക് ദൈവം ഒന്നിനെ പോലും കൊടുക്കുന്നില്ല. 4 പാടും നിന്നുള്ള കുറ്റപ്പെടുത്തലുകൾ കേട്ടു മടുത്തു. ജീവിതം തന്നെ വേണ്ടാന്ന് വെക്കാൻ തോന്നുന്നു. മിക്കവാറും അത് സംഭവിക്കുമെന്നാണ് തോന്നുന്നത്. മടുത്തു. ഹസ്ബൻഡ് പോലും സപ്പോർട്ടല്ല. ഈ കമൻ്റ് ഇട്ട കുട്ടിയോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതം, നമ്മുടെ ലൈഫ് എപ്പോഴും നമുക്ക് വിലപ്പെട്ടതായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചിന്തകളിൽ നിന്ന് നമ്മളെ തന്നെ ഒഴിവാക്കി നിർത്താൻ മാക്സിമം ശ്രമിക്കുക. എല്ലാ ആളുകൾക്കും ഓരോ തരത്തിലും വിഷമമുണ്ട്. അപ്പോൾ എത്ര പൈസക്കാരായാലും അതുപോലെ തന്നെ എത്ര പാവപ്പെട്ടവരായാലും ഓരോ തലത്തിൽ എല്ലാവർക്കും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്, വിഷമങ്ങൾ ഉണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് നമ്മൾ തന്നെ വേണം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും ദൈവം കരുതി വെച്ച ഒരു സമയത്ത് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കിട്ടും. അപ്പോൾ ആ ഒരു സമയത്തിനായിട്ട് നമ്മൾ മാക്സിമം വെയിറ്റ് ചെയ്യുക. നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഒരുപാട് ശക്തിയുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒരിക്കലും വിഫലമായി പോകില്ല. തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്ന ഒരു സമയത്ത്, ദൈവം കരുതി വെച്ച ഒരു സമയത്ത് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കിട്ടും. അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. മാക്സിമം പോസിറ്റീവ് മൈൻഡോടുകൂടി തന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു പോവുക, പ്രാർത്ഥിക്കുക. ഇനിയും ഭർത്താക്കന്മാരോടാണ് പറയാനുള്ളത്, ഭാര്യമാരെ ഒന്ന് ചേർത്ത് പിടിച്ച് ഏത് സാഹചര്യത്തിലും നിങ്ങൾ അവർക്കൊപ്പം ഉണ്ടെന്നുള്ള വിശ്വാസം അവർക്ക് പകർന്നു കൊടുക്കുക. ഇൻഫെർട്ടിലിറ്റി അവരുടെ പ്രശ്നം കൊണ്ട് മാത്രമല്ല സംഭവിക്കുന്നത്. ഇൻഫെർട്ടിലിറ്റി അവരുടെ പ്രശ്നം കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നതെന്നും അവരുടെ സെൽഫ് കോൺഫിഡൻസ് നശിപ്പിക്കുന്ന തരത്തിലും അവരോട് പെരുമാറാതിരിക്കുക. ഹസ്ബൻഡ് വൈഫ് 2 പേരും പരസ്പരം അംഗീകരിക്കുക, സ്നേഹിക്കുക, മനസ്സിലാക്കുക. ഒരിക്കലും പരസ്പരം കുഞ്ഞുങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താതിരിക്കുക. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കോമൺ ആണ്. ഒട്ടുമിക്ക സ്ത്രീകൾക്കും PCOD ഉണ്ടാകും. പക്ഷേ PCODക്ക് കറക്റ്റ് ട്രീറ്റ്മെൻറ്റും ഡയറ്റും എടുത്താൽ അത് മാറും. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ വരദാനമാണ്. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡും വൈഫും പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് കറക്റ്റായി ട്രീറ്റ്മെൻറ്റ് എടുത്താൽ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കും, കുഞ്ഞുങ്ങളെ ലഭിക്കും. അടുത്തൊരു കമൻ്റാണ്, ഞങ്ങൾ കാത്തിരുന്നു ഒരു കുഞ്ഞിനായിട്ട് 1-2 വർഷമല്ല നീണ്ട 15 വർഷം. എനിക്ക് PCOD ഉണ്ടായിരുന്നു, മറ്റൊരുപാട് ഫെർട്ടിലിറ്റി ഇഷ്യൂസും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെപ്പറ്റി ചോദിച്ച് ഈ നിമിഷം വരെ എൻ്റെ ഹസ്ബൻഡ് എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല, വേദനിപ്പിച്ചിട്ടില്ല. എന്നെ അദ്ദേഹം ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. ഞാൻ എപ്പോഴും ഹസ്ബൻഡിനോട് ചോദിക്കുമായിരുന്നു, കുഞ്ഞുങ്ങൾ നമുക്ക് ആകില്ലേ, കുഞ്ഞുങ്ങൾ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്നൊക്കെ. അപ്പോൾ ഹസ്ബൻഡ് മറുപടി പറയും, ദൈവം സമയമാകുമ്പോൾ തരുമെന്ന്. അങ്ങനെ എന്നെ ഒരു നോട്ടം കൊണ്ടുപോലും വേദനിപ്പിക്കാതെ എൻ്റെ കൂടെ തന്നെ നിന്നു. ട്രീറ്റ്മെൻറ്റ് കറക്റ്റായി എടുത്തു. ഇന്നേക്ക് ഒരാഴ്ച മുമ്പ് ഞാൻ 2 അമ്പോറ്റി കുഞ്ഞുങ്ങളുടെ അമ്മയായി. സപ്പോർട്ടിന് നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഈ ഒരു കപ്പിളിനോട് ഹാറ്റ്സ് ഓഫ് മാത്രമാണ് പറയാനുള്ളത്. ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ആ 2 അമ്പോറ്റി കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്താൻ ദൈവം അനുഗ്രഹിക്കും. അപ്പം ഞാൻ നേരത്തെ 3ാമതായിട്ട് വായിച്ച കമൻറ്റിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു കമൻറ്റ്. അപ്പം നമ്മുടെ സപ്പോർട്ടിനായിട്ട് എപ്പോഴും നമ്മുടെ ഹസ്ബൻഡ് കൂടെയുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും തന്നെ ആവശ്യമില്ല. ഈ ഒരു കപ്പിളിന് കുഞ്ഞുങ്ങളെ ലഭിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും, കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ദൈവം കറക്റ്റ് ടൈമിൽ തന്നെ കുഞ്ഞുങ്ങളെ തരും. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സ് മടുക്കാതെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു പോകുക. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ ലഭിക്കും. ഇന്നലെ നമുക്ക് വന്നൊരു കമൻറ്റാണ്, ഒരുപാട് സന്തോഷം ഈ ഒരു കമൻറ്റ് വായിച്ചപ്പോൾ. എനിക്ക് IVF ചെയ്തു, കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞുണ്ടായി. മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ഈ ചാനൽ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. താങ്ക് യു ജെനി മാം. അപ്പോൾ കോൺഗ്രാറ്റ്സ് ചിപ്പി, ഗോഡ് ബ്ലസ്. അപ്പോൾ തീർച്ചയായിട്ടും ചിപ്പിയുടെ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും റിപ്ലൈ ലഭിച്ചിരിക്കും. അപ്പം നമ്മുടെ ചാനലിൽ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും പോസിറ്റീവ് മൈൻഡോടുകൂടി തന്നെ ഇരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം തീർച്ചയായിട്ടും സഫലമാകും. പ്രാർത്ഥിക്കാം.